പിണറായി സർക്കാരിന് കനത്ത തിരിച്ചടി. ജീവനക്കാരുടെ സ്വകാര്യ ഡാറ്റ രാഷ്ട്രീയത്തിനായി ഉപയോഗിച്ചോ? മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ നേരിട്ട് ഹൈക്കോടതിയുടെ കടുത്ത ചോദ്യം. സർക്കാർ ജീവനക്കാരുടെ സ്വകാര്യ വിവരങ്ങൾ, അവരുടെ ഫോൺ നമ്പറുകൾ, അവരുടെ വ്യക്തിപരമായ ഡാറ്റ ഇവയെല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എങ്ങനെ എത്തി? ആരാണ് ഇത് നൽകിയത്? എന്തിനാണ് ഉപയോഗിച്ചത്? കേരള ഹൈക്കോടതി ഇപ്പോൾ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, ഇതൊരു സാധാരണ കാര്യമല്ല. ഇത് സ്വകാര്യതയുടെ ഗുരുതരമായ ലംഘനമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നടപടി പ്രഥമ ദൃഷ്ട്യാ തന്നെ സംശയാസ്പദമാണെന്ന് കോടതി നിരീക്ഷിച്ചു. ഇനി ഇത്തരം സന്ദേശങ്ങൾ അയക്കരുതെന്ന് കോടതി കർശനമായി നിർദ്ദേശിച്ചു. സ്പാർക്ക് വിശ്വാസത്തിന്റെ ഡാറ്റ രാഷ്ട്രീയത്തിന്റെ ആയുധമോ? സർക്കാർ ജീവനക്കാർ അവരുടെ ഫോൺ നമ്പറും ഇമെയിലും നൽകിയത് സ്പാർക്ക് കേരള എന്ന ഔദ്യോഗിക സംവിധാനത്തിലൂടെ. അത് അവരുടെ ശമ്പളത്തിനും ഔദ്യോഗിക ആവശ്യങ്ങൾക്കുമായിരുന്നു. മുഖ്യമന്ത്രിയുടെ പക്ഷേ വിവരങ്ങൾ ഉപയോഗിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നേരിട്ട് സന്ദേശങ്ങൾ എത്തി. ശമ്പള പരിഷ്കരണം, DA വർധന, സർക്കാരിന്റെ നേട്ടങ്ങൾ ഇവയെല്ലാം പറഞ്ഞ് സന്ദേശങ്ങൾ എത്തിയത് ജീവനക്കാരുടെ സ്വകാര്യ നമ്പറുകളിലേക്ക്. ഏറ്റവും ഗുരുതരമായ ചോദ്യം, ഇവിടെ ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം, സർക്കാർ ജീവനക്കാർ വിശ്വാസത്തോടെ നൽകിയ ഡാറ്റ, അതേ ഡാറ്റ ഉപയോഗിച്ച് രാഷ്ട്രീയ സന്ദേശങ്ങൾ അയച്ചു, അതും അവരുടെ അനുമതിയില്ലാതെ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നേരിട്ട് എതിർകക്ഷിയാക്കി ഹർജി ഫയൽ ചെയ്തു. കോടതി ചോദിച്ച ചോദ്യം എല്ലാം മാറ്റിമറിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഈ വിവരങ്ങൾ ലഭിച്ചതെങ്ങനെ? ഈ ഒരു ചോദ്യം ഇപ്പോൾ മുഴുവൻ ഭരണ സംവിധാനങ്ങളെയും പ്രതിരോധത്തിലാക്കി. കോടതി ഇത് ഗുരുതരമായ ആരോപണമാണെന്ന് വ്യക്തമാക്കി. ഇതൊരു കേസ് മാത്രമല്ല, വിശ്വാസത്തിന്റെ തകർച്ചയാണോ? ജനങ്ങൾ സർക്കാരിന് നൽകുന്ന വിവരങ്ങൾ അത് സുരക്ഷിതമാണെന്ന് വിശ്വസിച്ചാണ് നൽകുന്നത്. പക്ഷേ അതേ വിവരങ്ങൾ രാഷ്ട്രീയ ആവശ്യത്തിന് ഉപയോഗിച്ചുവെങ്കിൽ അതൊരു നിയമലംഘനം മാത്രമല്ല, അത് വിശ്വാസത്തിന്റെ തകർച്ചയാണ്. ഇപ്പോൾ കേരളം മുഴുവൻ ചോദിക്കുന്നത് ഒരു ചോദ്യം മാത്രമാണ്. സർക്കാർ ജീവനക്കാരുടെ സ്വകാര്യ ഡാറ്റ ആരാണ് ചോർത്തിയത്? എന്തിനാണ് ഉപയോഗിച്ചത്? ഇതൊരു സാധാരണ വിവാദമല്ല. ഇതൊരു അധികാരവും സ്വകാര്യതയും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമാണ്. സത്യം പുറത്തു വരുമോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റിൽ രേഖപ്പെടുത്തുക.